إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وصحبه وبارك وسلم تسليما كثيرا كثيرا أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أحسب الناس أن يتركوا أن يقولوا آمنا وهم لا يفتنون صدق الله العظيم أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله قال الله سبحانه وتعالى في القرآن المجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ഏറ്റവും പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും അള്ളാഹുവിനെ പരിപൂർണമായി തഖ്വ ചെയ്ത് ജീവിക്കണേ എന്ന് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ജീവിതത്തിലുടനീളം അവൻ്റെ കൽപ്പനകളെയും നിരോധനങ്ങളെയും പരിപൂർണമായി അനുസരിച്ച് ജീവിക്കുവാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. മരിക്കുന്ന സമയത്ത് സമ്പൂർണ്ണ മുസ്ലിമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉറക്കെ പറഞ്ഞ് മരിക്കുവാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകളുടെയും ഖബറുകൾ അള്ളാഹു സന്തോഷപൂർണ്ണമാക്കി തീർക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിലുടനീളം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന, എല്ലാ ദിവസവും പത്രത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്തയാണ് മഴയുമായി ബന്ധപ്പെട്ട കെടുതികൾ. പല സ്ഥലങ്ങളിലും വളരെ വ്യാപകമായ നഷ്ടങ്ങളുണ്ടായി. പ്രത്യേകിച്ച് ആസാം, കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. 10,000-കണക്കിന് മനുഷ്യരെ ബാധിച്ച പ്രളയമായി ആസാമിലെ പ്രളയം മാറിക്കഴിഞ്ഞു. നമ്മുടെ കൊച്ചു കേരളത്തിലും പല ഭാഗങ്ങളിൽ ക്രൂരമായ രൂപത്തിലുള്ള മഴക്കെടുതികളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ കാണുമ്പോൾ ചില സത്യവിശ്വാസികളുടെയെങ്കിലും ഹൃദയത്തിലുണ്ടാകുന്ന സ്വാഭാവികമായൊരു ചിന്തയാണ്, ഞങ്ങൾ മുസ്ലിങ്ങളായിട്ട് പോലും ഞങ്ങൾക്ക് എന്തിനാണ് ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ? അല്ലെങ്കിൽ അള്ളാഹുവിനെ ഞങ്ങൾ ആരാധിക്കുന്നു, അനുസരിക്കുന്നു, മുസ്ലിമായിട്ട് ഈ ലോകത്ത് ജീവിക്കാൻ പരിശ്രമിക്കുന്നു, എന്നിട്ടും എന്തിനാണ് ഈ പരീക്ഷണം? അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ഖുതുബയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, ഈ ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ സൃഷ്ടിച്ചിരിക്കുന്നത് നിരന്തരമായി പരീക്ഷിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഭൂമിയിൽ മനുഷ്യന്റെ കൂടപ്പിറപ്പാണ് പരീക്ഷണം എന്നുള്ളത്. നന്മകളും പരീക്ഷണമാണ്, തിന്മകളും പരീക്ഷണമാണ്. ചില ആളുകൾക്ക് അല്ലാഹു നല്ല സമ്പത്ത് കൊടുക്കും, വലിയ വീടും ഭൗതികമായ സംവിധാനങ്ങളും കൊടുക്കും, നല്ല ജോലി കൊടുക്കും, നല്ല ഭൗതികമായ സ്റ്റാറ്റസ് കൊടുക്കും. അത് പരീക്ഷണമാണ്. ആ മനുഷ്യന് അള്ളാഹു നൽകിയ സമ്പത്ത്, ആ സമ്പത്ത് എവിടെയാണ് അവൻ ചെലവഴിക്കുന്നത് എന്ന് അള്ളാഹു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൻ അള്ളാഹു നൽകിയിരിക്കുന്ന ഭൗതികമായ സംവിധാനങ്ങൾ എങ്ങനെയാണ് മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയാണ് അവൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അള്ളാഹു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നന്മകൾ അത് പരീക്ഷണമാണ്. അതുപോലെ തന്നെ തിന്മകൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള പ്രകൃതിക്ഷോഭങ്ങൾ അതും പരീക്ഷണമാണ്. ഇത് രണ്ടും അള്ളാഹുവിൻ്റെ പരീക്ഷണമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. ഈ രണ്ട് പരീക്ഷണ ഘട്ടത്തിലൂടെയും കടന്നു പോകുമ്പോൾ എൻ്റെ അള്ളാഹു എന്നെ കാണുന്നുണ്ട്, ഈ പരീക്ഷണ ഘട്ടത്തിൽ ഞാൻ എന്താണ് പ്രവർത്തിക്കുന്നത് എന്ന് അള്ളാഹു നോക്കുകയാണ് എന്ന ചിന്തയാണ് നമുക്ക് വേണ്ടത്. ഒരു ദിവസം നമ്മൾ വിചാരിക്കാതെ കുറേ പണം നമ്മുടെ കയ്യിലേക്ക് വന്നു.
അള്ളാഹു നോക്കുകയാണ്, ഇങ്ങനെ വലിയൊരു സമ്പത്ത് നമ്മുടെ കയ്യിലേക്ക് വന്നപ്പോൾ എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇത് അള്ളാഹു നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ കയ്യിലേക്ക് വരുന്ന നന്മകളാകട്ടെ തിന്മകളാകട്ടെ, അത് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് അള്ളാഹു നോക്കുന്നത്. അല്ലാതെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ആളുകൾക്ക് ഈ ദുനിയാവിൽ ഒരു ബുദ്ധിമുട്ടും കൊടുക്കൂല. അവർക്ക് ആവശ്യമുള്ളതൊക്കെയും അള്ളാഹു ഈ ദുനിയാവിൽ ഒരുക്കി കൊടുക്കും. അള്ളാഹുവിന് വെറുപ്പുള്ള ആളുകൾ അള്ളാഹു നിരന്തരം പരീക്ഷിക്കും എന്ന ഒരു രീതി ദുനിയാവിൽ അള്ളാഹു സ്വീകരിച്ചിട്ടില്ല. അത് പരലോകത്താണുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ എന്താണ് ഉള്ളത് എന്ന് അള്ളാഹു ചൂഴ്ന്നെടുക്കുകയാണ്. പ്രതിസന്ധി ഘട്ടം വരുമ്പോഴും അള്ളാഹുവിനെ അനുസരിക്കുന്നുണ്ടോ, അള്ളാഹുവിനെ വഴിപ്പെടുന്നുണ്ടോ എന്ന് അള്ളാഹു നോക്കുകയാണ്. പരീക്ഷണങ്ങൾ വരുമ്പോൾ, പ്രളയം ബാധിക്കുമ്പോൾ, ഉരുൾപൊട്ടലിൽ തൻ്റെ അത്രയും കാലത്ത് സമ്പാദ്യം മുഴുവനും തകർന്നില്ലാതെയായിത്തീരുമ്പോൾ, ഹസ്ബി അല്ലാഹ്, എനിക്കെൻ്റെ അള്ളാഹു മതി, ഈ ഭൗതികമായ സംവിധാനങ്ങളുമായിട്ടൊന്നും എൻ്റെ ഹൃദയം ബന്ധിക്കപ്പെട്ടിട്ടില്ല, ഇത് നശിച്ചു പോയാലും എനിക്ക് ദുനിയാവിൽ ജീവിക്കാൻ കഴിയും, എൻ്റെ റബ്ബ് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എന്ന ചിന്ത ആണ് നമുക്ക് വരേണ്ടത്. അത് പ്രളയം പോലെയുള്ള പരീക്ഷണങ്ങൾ മാത്രമല്ല, രണ്ടു തരത്തിലുള്ള പരീക്ഷണങ്ങളാണ് ഇന്ന് നമ്മുടെ നാടുകളിൽ മുസ്ലിമീങ്ങൾ അഭിമുഖീകരിക്കുന്നത്. ഒന്ന് ഇതുപോലുള്ള പ്രകൃതിക്ഷോഭങ്ങളാണ്. രണ്ടാമത്തത് സ്വത്വപരമായ പരീക്ഷണമാണ്. നമ്മുടെ രാജ്യത്ത് ഒരു മുസ്ലിമിന് മുസ്ലിം എന്ന് പറയാൻ പേടിയാണ്. 2 ദിവസം മുമ്പാണ് ഒരു കലാകാരൻ, അദ്ദേഹം ഒരു യാത്രക്കിടയിൽ കുർത്തയിട്ടപ്പോൾ, മുസ്ലിങ്ങളുടെ വസ്ത്രധാരണ രീതിയാണ് കുർത്ത എന്നുള്ളത്, അദ്ദേഹം കുർത്തയിട്ടപ്പോൾ ചില ആളുകൾ യാത്രക്കിടയിൽ ചോദിച്ചു, നീ മുസ്ലിമാണോ? തമാശക്ക് ആ മനുഷ്യൻ പറഞ്ഞാൽ മുസ്ലിമാണ്. ഉടനെ ആ കൂട്ടം ആളുകൾ അയാളെ ക്രൂരമായ രീതിയിൽ കൈകാര്യം ചെയ്തു. വാർത്തകളിലൊക്കെ വന്നതാണ്. തമാശയ്ക്ക് പോലും ഞാനൊരു മുസ്ലിമാണ് എന്ന് പറയാൻ കഴിയാത്ത സാഹചര്യം നമുക്കിടയിലുണ്ട്. അതൊരു പരീക്ഷണമാണ്. ഈ പരീക്ഷണങ്ങളിൽ എങ്ങനെയാണ് നമ്മൾ അള്ളാഹുമായിട്ടുള്ള ബന്ധത്തെ കാണുന്നത്, എങ്ങനെയാണ് ഇസ്ലാമിനെ നമ്മൾ കാണുന്നത് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ പരീക്ഷണ ഘട്ടത്തിലും ഞാൻ മുസ്ലിമാണ് എന്ന് അഭിമാനത്തോടു കൂടി പറയാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അള്ളാഹു നോക്കുകയാണ്. നമ്മുടെ മുൻഗാമികളായ സ്വഹാബികളുടെ ചരിത്രങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഇതിനേക്കാൾ വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ അവർ സഹിച്ച് ഇസ്ലാമിൽ അടിയുറച്ചു നിന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അതേപോലെയായിരുന്നു. അള്ളാഹുവിന് ഈ ദുനിയാവിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ആൾ ആരാണെന്ന് ചോദിച്ചാൽ ഒന്നാമതായിട്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. പക്ഷേ ഈ ദുനിയാവിൽ അള്ളാഹു ഏറ്റവും കൂടുതൽ പരീക്ഷിച്ച ആൾ ആരാണെന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ ആൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അപ്പൊ അള്ളാഹുവിന് ഇഷ്ടം കൂടുമ്പോഴാണ് പരീക്ഷണത്തിന്റെ അളവ് കൂടുന്നത്, പരീക്ഷണത്തിന്റെ തീവ്രത കൂടുന്നത്. ഒരിക്കൽ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്ന ഒരു ഹദീസ് ഇമാം ബുഖാരി റിവായത്ത് ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഒരിക്കൽ ശകൗന ഇലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുക്കൽ പോയിട്ട് ആവലാതി പറഞ്ഞു, പ്രയാസം പറഞ്ഞു, വിഷമം പറഞ്ഞു. വഹുവ മുതവസ്സിദുൻ ബുർദതൻ ലഹു ഫീ ദില്ലിൽ കഅബ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഅബയുടെ ചാരത്ത് ഒരു തലയണ വെച്ച് അവിടെ ഇരിക്കുകയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പോയിട്ട് ഖബ്ബാബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അലാ തസ്തൻസിറു ലനാ അലാ തദുഉല്ലാഹ ലനാ, അള്ളാഹുവിന്റെ റസൂലെ ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കുന്നില്ലേ? ഞങ്ങളുടെ വിജയത്തിന് വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കുന്നില്ലേ? ഞങ്ങൾ ഇസ്ലാമിലേക്ക് വന്നത് ഇത് സത്യമതമാണ് എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ സത്യമതമായിട്ട് പോലും ഞങ്ങൾക്ക് ഇന്ന് പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരികയാണ്, പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരികയാണ്. ആരാണ് ഈ ഖബ്ബാബ് എന്ന് നമ്മൾ ഓർക്കണം. ഇസ്ലാമിക ചരിത്രത്തിന്റെ പല ഗ്രന്ഥങ്ങളിലും കാണാം, ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഉടമ ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനെ കത്തുന്ന തീക്കനൽ, ആ തീക്കനലിന്റെ മുന്നിൽ നഗ്നനായി കിടത്തി, കത്തുന്ന തീക്കനലിന്റെ മുകളിൽ നഗ്നനാക്കി കിടത്തി എന്ന് മാത്രമല്ല, ആ ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിന്റെ മുകളിൽ ഈ ഉടമയും അവിടെയുള്ള നാട്ടുകാരും കയറി നിന്നു. എന്നിട്ട് ചരിത്രത്തിൽ വരുന്നു, ഈ കനലിന്റെ ശക്തമായ ചൂട് കാരണത്താൽ അദ്ദേഹത്തിന്റെ തൊലി ഉരുകി താഴോട്ട് വീഴും. ആ തൊലി ഉരുകി താഴോട്ട് വീഴുമ്പോ ആ തീഞ്ചലം കൊണ്ടാണ് കനലിന്റെ തീ അണഞ്ഞു പോയിരുന്നത് എന്നാണ്. അത്രമാത്രം പരീക്ഷണങ്ങൾ നേരിട്ട ഖബ്ബാബ് റളിയല്ലാഹു അൻഹു. പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഒരിക്കൽ ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിന്റെ മുതുക് ഉമർ റളിയല്ലാഹു അൻഹു കണ്ടു.
അത്രയും പ്രായമായിട്ടും ഖബാബ് റളിയല്ലാഹു അൻഹു അന്ന് അനുഭവിച്ച ആ പ്രയാസത്തിന്റെ അടയാളങ്ങൾ ഖബാബ് റളിയല്ലാഹു അൻഹു മുതുകിലുണ്ടായിരുന്നു. ഖബാബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശക്തമായി വിലക്കിയ ഒരു കാര്യമാണ് മരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. എന്നെ മരിക്കണേ എന്ന് അള്ളാഹുവിനോട് ഒരിക്കലും പ്രാർത്ഥിക്കാൻ പാടില്ല. എത്ര വലിയ പ്രയാസങ്ങൾ വന്നാലും ബുദ്ധിമുട്ടുകൾ വന്നാലും ഇങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്: അള്ളാഹു എനിക്ക് ജീവിതമാണ് ഖൈറെങ്കിൽ ജീവിപ്പിക്കണം, മരണമാണ് ഖൈറെങ്കിൽ മരിപ്പിക്കണം. ഇങ്ങനെയാണ് നമ്മൾ ദുആ ചെയ്യേണ്ടത്. ഖബാബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, എൻ്റെ ഈ മുതുകിലെ വേദന എനിക്ക് സഹിക്കാൻ കഴിയാതെ പല ദിവസങ്ങളിലും ഞാൻ അള്ളാഹുവിനോട് അള്ളാഹു നീ എന്നെ മരിപ്പിക്കണേ എന്ന് പറയുമായിരുന്നു എന്നാണ്. അത്രമാത്രം വേദന സഹിച്ച സ്വഹാബിയാണ് ഖബാബ് റളിയല്ലാഹു അൻഹു. ഈ സ്വഹാബി നബി തങ്ങളുടെ അടുക്കൽ വന്നിട്ട് പറയുന്നു, അലാ തസ്തൻസിറു ലനാ, നബിയെ ഞങ്ങൾക്ക് വേണ്ടി സഹായത്തിന് വേണ്ടി ദുആ ചെയ്യണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചു കൊടുക്കുന്ന മറുപടി, ഖബാബ് എന്നൊരു കാര്യം ഓർക്കുക, കാന റജുലു ഫീമൻ ഖബലക്കും, നിങ്ങളുടെ മുമ്പുണ്ടായിരുന്ന ആളുകൾ മുസ്ലിമീങ്ങൾ, അവരെ പറ്റി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, യുഹ്ഫറു ലഹു ഫിൽ അർദ്, അവർക്ക് വേണ്ടി ഭൂമിയിൽ ഒരു കുഴി കുഴിക്കും, ഫയുജഅലു ഫീഹി, എന്നിട്ട് ആ കുഴിയിലേക്ക് അവരെ ഇറക്കി നിർത്തും, ഫയുജാഉ ബിൽ മിൻശാർ, എന്നിട്ട് വാള് കൊണ്ടുവരപ്പെടും, ഫയൂദഉ അലാ റഅസിഹി, എന്നിട്ട് ആ വാള് ആ മനുഷ്യന്റെ തലയുടെ മുകളിൽ വെക്കും, ഫയുശഖു ബിസ്നതൈനി, എന്നിട്ട് ആ മനുഷ്യനെ രണ്ട് ഭാഗമാക്കി കീറിക്കളയും, വമാ യസുദ്ദുഹു ദാലിക അൻ ദീനിഹി, ഇത്ര വലിയ പ്രതിസന്ധി വന്നിട്ട് പോലും നമ്മുടെ മുൻഗാമികൾ ഇസ്ലാമിൽ നിന്ന് മാറിപ്പോയിട്ടില്ല. നമ്മൾ ഇന്ന് ആൾക്കൂട്ട കൊലപാതകങ്ങളെ ഭയപ്പെട്ട് അല്ലെങ്കിൽ ആൾക്കൂട്ട അക്രമങ്ങളെ ഭയപ്പെട്ട് ഇസ്ലാമിനെ മൂടിവെക്കാൻ ശ്രമിക്കുകയാണ്, ഇസ്ലാമിന്റെ അടയാളങ്ങൾ മൂടിവെക്കാൻ ശ്രമിക്കുകയാണ്. താടി വെക്കുന്നത് ഭീകരവാദത്തിന്റെ അടയാളമാണെന്ന് പറയുമ്പോൾ നമ്മൾ താടി മാറ്റുന്നു. തൊപ്പി വെക്കുന്നത്, വെള്ളവസ്ത്രം ധരിക്കുന്നത് തീവ്രവാദികളുടെ അടയാളമാണെന്ന് പറയുമ്പോൾ നമ്മളത് മാറ്റുന്നു. ഒരു മുസ്ലിം എത്ര വലിയ പ്രതിസന്ധി വന്നാലും സ്വത്വം കൈവിടുകയില്ല. പറഞ്ഞു വന്നത് ഈ ഖബാബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത മറുപടി, ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ട് പോലും വമാ യസുദ്ദുഹു ദാലിക അൻ ദീനിഹി, തൻ്റെ ദീനിൽ നിന്ന് അതവരെ തടഞ്ഞിട്ടില്ല. വയുംശതു ബി അംശാത്തുൽ ഹദീദി, നബി തങ്ങൾ വീണ്ടും പറയുകയാണ്, ഈ മനുഷ്യരെ കുഴിയിലേക്ക് ഇറക്കി നിർത്തിയിട്ട് ഇരുമ്പിന്റെ ചീർപ്പ് കൊണ്ട് അവരുടെ ശരീരം വാർന്നെടുക്കും. നേരത്തെ പറഞ്ഞത് ഒറ്റടിക്ക് കൊല്ലുന്നതാണ്, അത്ര പ്രയാസമില്ല. പക്ഷേ ഇരുമ്പിന്റെ ചീർപ്പ് കൊണ്ട് മനുഷ്യന്റെ ശരീരത്തെ വാർന്നെടുക്കും, എന്നിട്ട് എല്ലിൽ നിന്ന് ഇറച്ചിയെ പിച്ചു ചീന്തിയെടുക്കും. നമ്മുടെ മുൻഗാമികളെ പറ്റി പറയുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വമാ യസുദ്ദുഹു ദാലിക അൻ ദീനിഹി, ഇത്ര വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികളും വന്നിട്ട് അവർ ദീനിൽ നിന്ന് മാറിപ്പോയിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഭൗതികമായ പരീക്ഷണങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ ഒരിക്കലും ഞാൻ മുസ്ലിം ആയതുകൊണ്ട് എനിക്കിത് വരില്ല എന്ന് നമ്മൾ ചിന്തിക്കരുത്. ആരംഭത്തിൽ ഓതിയ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അഹസിബൻ നാസു, ജനങ്ങൾ വിചാരിക്കുകയാണോ, അൻ യുത്രകു, അവരെ വെറുതെ വിടുമെന്ന്, അൻ യഖൂലു ആമന്ന, ഞങ്ങൾ മുസ്ലിമീങ്ങളാണ് മുഅ്മിനീങ്ങളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരെ വെറുതെ വിടുമെന്ന് ആളുകൾ വിചാരിക്കുകയാണോ? വഹും ലാ യുഫ്തനൂൻ, അവരെ പരീക്ഷിക്കാതെ, അവർക്ക് വേദനകൾ കൊടുക്കാതെ, പ്രയാസങ്ങൾ കൊടുക്കാതെ അവരെ സ്വസ്ഥമായി ഈ ലോകത്ത് വെറുതെ വിടുമെന്ന് ജനങ്ങൾ കരുതുകയാണോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് മതം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇസ്ലാം എന്ന് പറയുന്നത് ഒരിക്കലും ഈ ഭൗതികമായ ലോകത്ത് സ്വസ്ഥമായിട്ട് ജീവിക്കാനുള്ള ഒരു സംവിധാനത്തിന്റെ പേരല്ല. ഒരാൾ മുസ്ലിം ആയി കഴിഞ്ഞാൽ അയാൾക്ക് പരീക്ഷകളിലെല്ലാം ജയിക്കാം, അല്ലെങ്കിൽ ജീവിതത്തിൽ മുഴുവനും വിജയിക്കാം, പരീക്ഷണങ്ങൾ ഉണ്ടാകൂല, പ്രയാസങ്ങൾ ഉണ്ടാകൂല. ഇങ്ങനൊരു അധ്യാപനം വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്നില്ല. പലപ്പോഴും ഈമാനിന്റെ അളവ് കൂടുന്നതനുസരിച്ച് പരീക്ഷണങ്ങളുടെ അളവ് കൂടുകയാണ് ചെയ്യാറ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ശക്തമായ ഈമാനുള്ള പ്രവാചകനാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ വീട്ടിൽ നിന്ന് പുറത്താക്കി, നാട്ടിൽ നിന്ന് നാട് കടത്തി, ഭരണകൂടത്തിന്റെ തീവ്രമായ അക്രമങ്ങൾക്ക് ഇരയാക്കപ്പെട്ടു. ശക്തമായ തീകുണ്ടാരത്തിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ എറിയപ്പെട്ടു. ഇതൊക്കെ ഉണ്ടായിട്ടും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം സത്യത്തിൽ നിന്ന് ഒരടി പോലും പിന്നോട്ട് മാറിയിട്ടുണ്ടായിരുന്നില്ല. പരീക്ഷണം അത് മുസ്ലിമീങ്ങൾക്ക് സ്വാഭാവികമാണ്. ഇസ്ലാം സ്വീകരിച്ചു എന്നതിൻ്റെ പേരിൽ ഒരിക്കലും പരീക്ഷണം ഉണ്ടാകാതിരിക്കുകയില്ല. ഇത് നമ്മളെപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമാണ്. ഇത് ഓർത്തിട്ടില്ല എങ്കിലുള്ള പ്രശ്നം എന്താണ്? ഒരു ചെറിയ പ്രളയം വന്നാൽ മതി,
അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും പ്രതിസന്ധി വന്നാൽ മതി, നമ്മൾ ഇസ്ലാമിനെ മാറ്റിവെക്കും, അള്ളാഹുവിന്റെ കൽപ്പനകളെ മാറ്റിവെക്കും. ഞാൻ 5 വക്ത് നിസ്കരിച്ചിട്ടും എനിക്ക് പരീക്ഷണം, പിന്നെ ഞാൻ നിസ്കരിക്കുന്നത്? ഞാൻ അള്ളാഹുമായിട്ട് ഇത്രയേറെ ബന്ധപ്പെടുന്നു, അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു, എന്നിട്ടും എനിക്ക് പരീക്ഷണം, പിന്നെന്തിനാണ് ഞാൻ ദുആ ചെയ്യുന്നത്? ഈ ഒരു ചിന്തയിലേക്ക് നമ്മൾ വരും. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഓർക്കേണ്ട വിഷയം, ദുനിയാവിൽ നമുക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാകും, പ്രയാസങ്ങൾ ഉണ്ടാകും. മുസ്ലിമായി എന്നതിൻ്റെ പേരിൽ ഒരിക്കലും പരീക്ഷണം ഇല്ലാതിരിക്കുകയില്ല. പക്ഷെ ഒരു മുസ്ലിം ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ അവന് സന്തോഷകരമായ ജീവിതം ഉണ്ടാകുമെന്നുള്ളത് അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഒരു മുസ്ലിമായിട്ടാണ് നമ്മൾ ദുനിയാവിൽ ജീവിക്കുന്നത് എങ്കിൽ അവന് സന്തോഷമുള്ള ജീവിതം ഉണ്ടാകും. സന്തോഷമുള്ള ജീവിതം കൊണ്ട് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത് ഒരിക്കലും ഭൗതികമായ പ്രയാസങ്ങൾ ഉണ്ടാവുകയില്ല എന്നല്ല. മുഅ്മിനീങ്ങൾക്ക് പ്രകൃതി ദുരന്തങ്ങളിൽ പ്രത്യേകമായ സംരക്ഷണം ലഭിക്കുമെന്നല്ല. പ്രകൃതി ദുരന്തങ്ങളിൽ മുസ്ലിമീങ്ങളുടെ വീട്, മുഅ്മിനീങ്ങളുടെ വീട് നശിപ്പിക്കപ്പെടും, പ്രയാസങ്ങൾ സഹിക്കേണ്ടി വരും. പക്ഷെ അതൊക്കെ ഉണ്ട് എങ്കിലും, ഭൗതികമായ പരീക്ഷണങ്ങൾ ഉണ്ട് എങ്കിലും ഒരിക്കലും അവരുടെ ഹൃദയത്തിന് അത് ബാധിക്കുകയില്ല എന്നുള്ളതാണ്. ഹൃദയം എപ്പോഴും ശാന്തമായിരിക്കും. പ്രളയത്തിൽ ജീവിതം മുഴുവനും തകർന്നു, അവൻ അത്രയും കാലം സമ്പാദിച്ചു കൂട്ടിയ സമ്പാദ്യം മുഴുവനും തകർന്നു, പക്ഷെ അത് അവൻ്റെ മനസ്സിനെ ബാധിക്കുകയില്ല, മനസ്സിൽ പ്രയാസമുണ്ടാക്കുകയില്ല, മനസ്സിൽ എപ്പോഴും സമാധാനമായിരിക്കും. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ നമ്മൾ പഠിപ്പിക്കുന്ന പാഠം. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ ഓതിയ ആയത്തിന്റെ ബാക്കി ഭാഗമായിട്ട് പറയുകയാണ്, അഹസിബൻ നാസു, ജനങ്ങൾ വിചാരിക്കുകയാണോ, അയ്യുത്രകു അയ്യഖൂലു ആമന്നാ വഹും ലാ യുഫ്തനൂൻ, ഈ ദുനിയാവിൽ ഞങ്ങൾ മുഅ്മിനീങ്ങളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പരീക്ഷിക്കാതെ അല്ലാഹു വെറുതെ വിടുമെന്ന് ജനങ്ങൾ വിചാരിക്കുകയാണോ? പക്ഷെ യാഥാർത്ഥ്യം അതല്ല. വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം, വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം, തീർച്ചയായും നിങ്ങളുടെ മുൻഗാമികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ക്രൂരമായ രൂപത്തിൽ പരീക്ഷിച്ചിട്ടുണ്ട്. ഫതന്ന, ഫിത്ന എന്ന അറബി വാക്കിന് അർത്ഥം സ്വർണം നമ്മൾ കുഴിച്ചെടുക്കുന്നതാണല്ലോ ഭൂമിയിൽ നിന്ന്. ആ ഭൂമിയിൽ നിന്ന് സ്വർണം കുഴിച്ചെടുത്താൽ അതിൻ്റെ അഴുക്കിൽ നിന്നും സ്വർണത്തെ വേർതിരിച്ചെടുക്കുന്ന പ്രവർത്തനത്തിനാണ് അറബിയിൽ ഫിത്ന എന്ന് പറയുന്നത്. ഖുർആനിൽ ഫിത്ന എന്ന വാക്ക് ഉപയോഗിക്കുന്നതിന് മുമ്പ് അറബികൾ ഉപയോഗിച്ചിരുന്നൊരു പ്രയോഗമാണിത്. സ്വർണത്തിൽ നിന്ന് അതിൻ്റെ ചളിയൊക്കെ മാറ്റി, അഴുക്കുകളൊക്കെ മാറ്റി സ്വർണത്തെ സ്ഫുടം ചെയ്തെടുക്കുന്നതിനാണ് ഫിത്ന എന്ന് പറയുന്നത്. അള്ളാഹു പറയുന്നു, വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം, തീർച്ചയായും നിങ്ങളുടെ മുൻഗാമികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുപോലെ ഫിത്ന ചെയ്തിട്ടുണ്ട്. ഫിത്ന എന്ന് പറഞ്ഞാൽ അവരെ സ്ഫുടം ചെയ്തെടുക്കുക എന്നുള്ളതാണ്, അവരുടെ ഈമാനിനെ കൂടുതൽ ശക്തമാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ നബി തങ്ങൾക്ക് നുബുവത്ത് എന്ന അനുഗ്രഹം കൊടുക്കുന്നതിന് മുമ്പ് പലതരത്തിലുള്ള പരീക്ഷണങ്ങളിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടുപോയി. എന്തിനു വേണ്ടിയിട്ടാണ്? നുബുവത്ത് എന്നുള്ളത് വലിയ ഒരു ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നിർവഹിക്കണമെങ്കിൽ എത്ര വലിയ പ്രതിസന്ധികളെ നേരിടുവാനുള്ള മാനസിക ശക്തി ഉണ്ടാകണം. അതിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പല രീതിയിലുള്ള ഫിത്നകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ഫുടം ചെയ്തെടുത്തത്. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം, നിങ്ങളുടെ മുൻഗാമികളെ മുഴുവനും നമ്മൾ അങ്ങനെ ഫിത്നയിലൂടെ കടത്തിക്കൊണ്ടുപോയിട്ടുണ്ട്. ശേഷം അതിന്റെ കാരണം പറയുന്നു, ഫലയഅലമന്നല്ലാഹുല്ലദീന സ്വദഖു വലയഅലമന്നൽ കാദിബീൻ, അള്ളാഹുവിന് നിങ്ങളിൽ യഥാർത്ഥ സത്യവിശ്വാസികൾ ആരാണ്, യഥാർത്ഥ മുനാഫിഖീങ്ങൾ ആരാണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു പരീക്ഷണങ്ങൾ നൽകുന്നത്. ഈ ദുനിയാവിൽ അള്ളാഹു പരീക്ഷണങ്ങൾ നൽകുന്നത് ആരാണ് യഥാർത്ഥ സത്യവിശ്വാസി. പരീക്ഷണം വരുമ്പോഴാണ് അത് അറിയാൻ പറ്റുള്ളൂ. ഒരു ബുദ്ധിമുട്ട് വരുമ്പോഴാണ് അയാളുടെ ഉള്ളിലെടുത്ത് പുറത്തു വരുള്ളൂ. ചില ആളുകൾ ചോദിക്കും, അപ്പോൾ അള്ളാഹുവിന് നേരത്തെ അറിയില്ലേ ഇന്ന മനുഷ്യന്റെ ഉള്ളിലുള്ള വിശ്വാസം അള്ളാഹുവിന് കൃത്യമായിട്ട് അറിയാലോ, പിന്നെന്തിനാണ് അള്ളാഹു പരീക്ഷിക്കുന്നത് എന്ന്. അത് അള്ളാഹു ഈ ദുനിയാവിൽ തെളിയിച്ച് കാണിച്ചു കൊടുക്കുകയാണ്. ഒരു മനുഷ്യന്റെ ഉള്ളിലിരിപ്പിനെ അനുസരിച്ച് അള്ളാഹു വിധി കൽപ്പിച്ചു കഴിഞ്ഞാൽ നാളെ പരലോകത്ത് പോയിട്ട് മനുഷ്യൻ നിഷേധിക്കും, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയും. അപ്പൊ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് നിഷേധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ തന്നെ അവനെ കൊണ്ടത് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നത്. അള്ളാഹു ശരിക്കും കാണിച്ചു കൊടുക്കും പരീക്ഷണങ്ങളിലൂടെ ആരാണ് സ്വാദിഖ്, ആരാണ് യഥാർത്ഥ മുഅ്മിൻ, ആരാണ് കാദിബ്, ആരാണ് പ്രതിസന്ധി വരുമ്പോൾ ഇസ്ലാമിനെ ഉപേക്ഷിക്കുന്ന ആളുകൾ എന്ന്. ശേഷം അള്ളാഹു പറയുന്നു, അം ഹസിബല്ലദീന യഅമലൂന സയ്യിആതി അൻ യസ്ബിഖൂന, ഈ നാട്ടിൽ കുഴപ്പമുണ്ടാക്കുന്ന ആളുകൾ, അക്രമികളായ ആളുകൾ, അവർ വിചാരിക്കുകയാണോ നമ്മുടെ ശിക്ഷയെല്ലാം അവർ മറികടന്നു എന്ന്. ചില അക്രമികൾ പറയാറുണ്ട്,
അള്ളാഹു ഉണ്ടെങ്കിൽ അവൻ ഇടപെടട്ടെ. ദൈവം ഈ ലോകത്തിനെ നിയന്ത്രിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന ഈ അക്രമത്തിന് അവൻ അറുതി വരുത്തട്ടെ. അള്ളാഹു പറയുന്നു, അം ഹസിബല്ലദീന യഅമലൂന സയ്യാത്ത്, ഈ വംശഹത്യ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, ഈ ക്രൂരമായ ആൾക്കൂട്ട കൊലപാതകങ്ങൾക്ക് മൗനമായ സമ്മതം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഭരണകൂടങ്ങൾ, അവർ വിചാരിക്കുന്നത് ഐ യസ്ബിഖൂന, അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് അവരൊക്കെ മറികടന്നു എന്ന് വിചാരിക്കുകയാണോ? അള്ളാഹു പറയുന്നു, അവർ തീരുമാനിച്ചത് എത്രയോ മോശമാണ്. ഇത് മുഴുവനും അള്ളാഹു നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ശേഷം അള്ളാഹു പറയുന്നു, മൻ കാന യർജു ലിഖാ അല്ലാഹി ഫഇന്ന അജലല്ലാഹി ലആത്. ആരെങ്കിലും ഈ പരീക്ഷണ ഘട്ടത്തിലൊക്കെ ഈമാൻ അനുസരിച്ച് ജീവിച്ചു, എന്നിട്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിച്ച് ജീവിക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഉള്ള സമയം വരാൻ ഉണ്ട്. ഈ ദുനിയാവിലല്ല, ഈ ദുനിയാവിൽ അവർക്ക് പ്രയാസങ്ങൾ ഉണ്ടാകും. പക്ഷെ ഈ പ്രയാസങ്ങൾക്കൊക്കെ പ്രതിഫലം കിട്ടുന്ന, ഈ പ്രയാസങ്ങൾക്കൊക്കെ അറുതി വരുന്നൊരു ദിവസം അവർക്ക് വരാനുണ്ട്. വഹുവസ് സമീഉൽ അലീം. തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദുനിയാവിൽ നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും അല്ലാഹു കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു അക്രമിയെ അല്ലെങ്കിൽ ഒരു അക്രമ ഭരണകൂടത്തെ എപ്പോൾ പിടികൂടണമെന്ന്, എപ്പോൾ താഴെ ഇറക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വ്യക്തമായ പ്ലാൻ ഉണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല അള്ളാഹു പ്രവർത്തിക്കുക. അള്ളാഹു വിചാരിക്കുന്ന സമയത്ത് എത്ര വലിയ ഭരണ സംവിധാനമാണെന്ന് നമ്മൾ കരുതിയാലും അവകളെയൊക്കെ ഒന്നുമല്ലാതെയാക്കി തീർക്കുവാൻ അള്ളാഹുവിന് കഴിയും. ചരിത്രത്തിൽ നമ്രൂദ് എന്ന് പറയുന്ന ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ലോകത്ത് കാണുന്ന മുഴുവൻ ഭരണാധികാരികളെക്കാളും ശക്തിയുള്ള, സ്വാധീനമുള്ള മനുഷ്യനായിരുന്നു നമ്രൂദ് എന്ന് പറയുന്ന ഭരണാധികാരി. ആ നമ്രൂദ് എന്ന ഭരണാധികാരി അള്ളാഹു കൊന്നത് ഒരു ചെറിയ ഈച്ചയെ ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പൊ എത്ര വലിയ ഭരണ സംവിധാനങ്ങൾ ഉണ്ടായാലും അതിനെയൊക്കെ അള്ളാഹു നിയന്ത്രിക്കുവാൻ നിമിഷങ്ങൾ മതി എന്നുള്ളതാണ്. അള്ളാഹു പറയുന്നു, മൻ കാന യർജു ലിഖാ അല്ലാഹി, ഈ വേദനകളൊക്കെ സഹിച്ച് അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങൾ, അവരോട് അള്ളാഹു പറയുന്നു, ഫഇന്ന അജലല്ലാഹി ലആത്, നിങ്ങൾക്കുള്ള സമയം വരാനുണ്ട്. സന്തോഷമുള്ള, സമാധാനമുള്ള സ്വർഗീയ ലോകമാണ് നിങ്ങൾക്ക് വരാനുള്ളത് എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്. ശേഷം അള്ളാഹു പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആയത്ത് അള്ളാഹു പറയുന്നു, വമൻ ജാഹദ ഫഇന്നമാ യുജാഹിദു ലിനഫ്സിഹി, വമൻ ജാഹദ ഫഇന്നമാ യുജാഹിദു ലിനഫ്സിഹി. ആരെങ്കിലും ഈ ദുനിയാവിൽ ഈ പ്രതിസന്ധികളൊക്കെ സഹിച്ച്, എല്ലാ പ്രയാസങ്ങളും സഹിച്ച് അള്ളാഹുവിനനുസരിച്ച് ജീവിക്കുന്നുണ്ട് എങ്കിൽ അത് അള്ളാഹുവിന് വേണ്ടിയല്ല, അത് സ്വന്തത്തിന് വേണ്ടിയാണ്. വമൻ ജാഹദ, ആരെങ്കിലും ഈ ദുനിയാവിൽ അള്ളാഹുവിന് വേണ്ടി പരിശ്രമിക്കുന്നുണ്ട് എങ്കിൽ, അള്ളാഹുവിന്റെ ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ, ഈ പരീക്ഷണങ്ങളൊക്കെ സഹിച്ച് ഇസ്ലാമിൽ അടിയുറച്ചു നിൽക്കുന്നുണ്ട് എങ്കിൽ, ഫഇന്നമാ യുജാഹിദു ലിനഫ്സിഹി, അതുകൊണ്ട് അള്ളാഹുവിനൊരു ഉപയോഗവുമില്ല, അത് സ്വന്തത്തിന് വേണ്ടിയാണ്. നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം, ഞാൻ എൻ്റെ റബ്ബിന്റെ ദീനിന് വേണ്ടി എന്ത് ചെയ്യുന്നു? മുസ്ലിമീങ്ങൾ ഇന്ന് രാജ്യത്ത് പ്രതിസന്ധികൾ നേരിടുകയാണ്. ഞാൻ എന്ത് ചെയ്യുന്നു എന്നുള്ളത് എനിക്ക് വേണ്ടിയാണ്. നാട്ടിൽ സമാധാനം ഉണ്ടാവാനോ നാട്ടിൽ ദീൻ നിലനിൽക്കാനോ അല്ല. നമ്മൾ പ്രവർത്തിച്ചാലും ഇല്ലെങ്കിലും അള്ളാഹു ഈ ദീനിനെ ഖിയാമത്ത് നാൾ വരെ ഇവിടെ നിലനിർത്തും, ഒരു സംശയവുമില്ല. പക്ഷെ അതിൽ നമ്മുടെ പങ്കെന്താണ് എന്ന് നമ്മൾ ആലോചിക്കണം. നമ്മൾ എന്ത് ഈ രാജ്യത്ത് മുസ്ലിമീങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. അള്ളാഹു പറയുന്നു, ഫഇന്നമാ യുജാഹിദു ലിനഫ്സിഹി, സ്വന്തത്തിന് വേണ്ടിയാണ് ആളുകൾ പ്രവർത്തിക്കേണ്ടത്. ഇന്നല്ലാഹ ലഗനിയ്യുൻ അനിൽ ആലമീൻ, തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തുള്ള മുഴുവൻ സംവിധാനങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നും നിരാശ്രയനാണ്. അള്ളാഹുവിന് ആരുടെയും ആവശ്യമില്ല ഈ ലോകത്ത് ദീൻ മുന്നോട്ട് കൊണ്ടുപോകാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ പറഞ്ഞത് ഒന്ന്, ഈ ദുനിയാവ് എന്നുള്ളത് പരീക്ഷണങ്ങളുടെ സ്ഥലമാണ്. ഇവിടെ വിശ്വസിച്ചവർക്കും അവിശ്വാസികൾക്കും പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരും. രണ്ടാമത്തെ കാര്യം, അള്ളാഹു പരീക്ഷണങ്ങളോട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള ഈമാനിനെ പുറത്തു കൊണ്ടുവരിക എന്നുള്ളതാണ്. ഉള്ളിലുള്ള ഈമാനെ കുറച്ചുകൂടി കരുത്തുറ്റതാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് പരീക്ഷണങ്ങൾ വരുന്ന സമയത്ത് അള്ളാഹുവിൽ നിന്ന് ഒളിച്ച് ഓടുന്നതിന് പകരം, നമസ്കാരം പോലെയുള്ള ഇബാദത്തുകൾ മാറ്റിവെക്കുന്നതിന് പകരം അള്ളാഹുവിനെ അനുസരിക്കുവാനും അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, അള്ളാഹുവിന് വേണ്ടി നമ്മൾ ഈ ദുനിയാവിൽ പ്രവർത്തിക്കുന്നത് ഒരിക്കലും അള്ളാഹുവിന് വേണ്ടിയിട്ടല്ല, നമുക്ക് വേണ്ടിയിട്ടാണ്, നമ്മുടെ പരലോകത്തിന് വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കുകയും അള്ളാഹുവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുവാൻ, നമ്മുടെ ഈ ദുനിയാവിലെ ജീവിത തിരക്കിനിടയിൽ
നമ്മുടെ ജോലിയും കുടുംബവും ഒക്കെ നോക്കുന്നതിനിടയിൽ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുവാൻ നമ്മൾ സന്നദ്ധരാകേണ്ടതുണ്ട് എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ യഥാർത്ഥ സത്യവിശ്വാസിയായിട്ട് ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. മരിക്കുന്നത് വരെയും മുഅ്മിനായിട്ട് ജീവിക്കുവാനും മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ പറഞ്ഞ് അന്തസ്സോടുകൂടി ഈ ലോകത്ത് നിന്ന് ഇവിടെ പറയുവാനും തൗഫീഖ് നൽകുമാറാകട്ടെ.